കേമം എന്ന് വെച്ചാ ബഹുകേമം. ഇനി വാ. ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൊതുവാളെ. ഗുരുവിനെ വെട്ടുന്ന വിത്ത. വിരല് മുറിച്ച് ദക്ഷിണായി വാങ്ങേണ്ട തരാ. എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചയില്ലായ്മ? മുണ്ടക്കിലെ അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടാവുന്ന കരുതിയില്ലല്ലേ? മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ കാണണ്ട എന്ന് പറയുന്നത് കാണൂ, കേൾക്കരുതെന്ന് പറയുന്നത് കേൾക്കൂ. അതാ പ്രകൃതം. എന്താ ചെയ്യാ, അങ്ങനെ ഒരു ജന്മം. സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത്. കേട്ട കഥകളെല്ലാം ഭക്ഷണമായിരുന്നു അല്ലേ? പോക്കിരി, താന്തോന്നി, ധൂർത്തൻ, പെണ്ണുപിടിയൻ, അങ്ങനെ വിശേഷ പട്ടങ്ങൾ ഏറെയുണ്ട്. കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ. പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ. ഈ പറഞ്ഞ 2 വർഗമായിട്ടേ ചങ്ങാത്തേ ഉള്ളൂ. വരെ മനപ്രയാസം ഇല്ലാന്ന് കരുതുന്നു. സന്തോഷായി, വലിയ സന്തോഷായി. അപ്പോ ഇന്നിവിടെ കഴിഞ്ഞ് കാലത്തല്ലേ പുറപ്പെടുന്നുള്ളൂ? സേവയുണ്ടെങ്കിലാവാം. നല്ല നാടൻ വാറ്റും കരിക്കും നല്ലൊരു ഊണും. അതാ എന്റെ ഒരു രീതി. അലോഹ്യം തോന്നരുത്. പിന്നീടാവാം. എന്നിട്ട് ചില്ലറ. ഓ ആയിക്കോളൂ, എന്നും വരാം. പഠിപ്പുര അടയ്ക്കാറില്ല ഏത് പാതിരാത്രിയിലും. വരെ എന്നാ ഇവരെ കടത്തവരാക്കിട്ട് പോകുന്നു. അവരെ ആരെയും കണ്ടില്ലല്ലോ. അമ്പലപ്പറമ്പിൽ എന്തൊക്കെ പുകിലാണാവ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. തലയെറിഞ്ഞവന്മാര് 4 പേരും. അവരുടെ തടി അവര് നോക്കിക്കോളും. നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാ. ശരി. എന്തൊരറിവുള്ള മനുഷ്യൻ, എന്ത് ധർമ്മിഷ്ഠൻ. തറവാടിത്തം കാട്ടാണ്ടിരിക്കുമോ? മംഗലശീലത്തല്ലേ? കൈ നിറയെ വാങ്ങിക്കൊണ്ടുപോയി നക്കിയ ചെറ്റകൾ തന്നെയാ പറഞ്ഞു നാറ്റിച്ചതും നാണം കെടുത്തിയതും. പറഞ്ഞ ഏറിപ്പോവും. മംഗലശ്ശേരിയിലെ മുറ്റത്ത് കൊട്ടാനാണോ അതിലേക്ക് പറത്തുന്നത്? അയ്യോ അയ്യോ, എനിക്ക് പ്രയാസമില്ല, ഒട്ടും പ്രയാസമില്ല. കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. മുണ്ടക്കൽ അമ്മ തന്നതാ. ഉത്സവം കോലാക്കിയില്ലേ, അതിനുള്ള ശിക്ഷയാ. ഒന്ന് പതുക്കെ പിടിക്കണോ. മോന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കയ്യാളായി നിന്ന് ഇക്കണ്ട എടാകൂടൊക്കെ ഉണ്ടാക്കണതിന് പരോക്ഷ സഹായം ചെയ്യല്ലേ. മതിയായി മതിയായി എന്റെ പൊന്നു നീല. നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം. നേരം വെളുക്കാൻ കാക്കണ്ട, രാത്രി തന്നെ ചെല്ലേ. കുറെ നേരമായി താൻ. ഇനിയുള്ള കാലം വല്ല ക്ഷേത്രനടയിലും പോയി നാമം ജപിച്ച് തീർക്കാന്ന് കരുതിയിട്ടാ. ചട്ടമ്പികളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ. എന്താ വേണ്ടെന്ന് വെച്ചാ നീലം പറയാ. ആഹാ, അതെ, നന്നായിട്ടുണ്ട്. രാത്രി തന്നെ പണം നയിക്കാനാ. നടക്കട്ടെ നടക്കട്ടെ. ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞാൽ അത് എന്നെ തല്ലുന്നതിനേക്കാളും എനിക്ക് നോവും. ശരീരത്തിനല്ല, മനസ്സിന്. കുഞ്ഞീഷൻ നമ്പ്യാർ അനന്തര ശേഖരണം നല്ലവണ്ണം വായിക്കും. പിടയ്ക്കാൻ തുടങ്ങിയ 2ന്റെ ദേഹത്ത് ചോര ഒരുപാട് പൊടിയും. നീല, തൽക്കാലം നമുക്കങ്ങ് വിട്ടയക്കാം. ഉത്സവം കലങ്ങിയ തന്നെ മതി കുറെ കാലത്തേക്കുള്ള ക്ഷീണത്തിന്. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗ മദാപഹാരം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം. ഞാൻ പറയായിരുന്നു, ആ ശബ്ദം അച്ഛന്റെ തന്നെ. ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിറപ്പിച്ച സിംഹം അല്ലായിരുന്നു. ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള്. എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ കൊടുത്താന്നാ പറയാ. ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുയർത്തി പറയാറുന്നു ഞാൻ മാധവന്റെ നാട്ടുകാരനാണെന്ന്. ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അല്ലേ? ഈ പാട്ടുപുര ഇങ്ങനെ കിടക്കണത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങളിവിടെ കാത്തു നിന്നത്. കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ. എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളിയൊക്കെ ആയിട്ട്.
ഏലക്കര ശിവക്ഷേത്രത്തിലെ പാട്ടൂര അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു. ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ അമ്പല കമ്മിറ്റിക്കാര് വിചാരിച്ച കൂട്ടിയാ കൂടില്ല. നീലം തന്നെ ചെയ്യാം. വാരായിട്ട് ആലോചിച്ച് ഉടനെ വേണ്ട ചെയ്യാം. പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ. കച്ചേരിന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി. അച്ഛൻ വിട്ടില്ല. അന്ന് കൊച്ചു കുട്ടിയാ. അമ്മയെ പോയി കാണാറില്ല അല്ലേ? മംഗലശ്ശേരിക്ക് വരില്ല എന്ന് വായിച്ചു തന്നെയാ. ജീവിതത്തിൽ അവര് തല ഉനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി മൂപ്പരുടെ തൃപ്പുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട. വേണ്ട. പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപ്പുത്രനുമുണ്ട് ചില വാശികളൊക്കെ. ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട. വരില്ല. ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്ത് വേദനിച്ചു താനീ പറയണേ? ഞാൻ വിസ്തരിക്കണോ? താൻ ഛർദിക്കേ. കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടുക്ക് ചട്ടമ്പിത്തരവും അങ്ങനെ നടക്കുമ്പോ പല കുറി വിളിച്ചുപദേശിച്ചില്ലേ? നിർത്തിയോ? ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറുവാണി ഞാൻ പറയണില്ല. എന്നെ നീലകണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ടുക്കെ പറഞ്ഞ് നാറ്റിച്ചില്ലേ? അത്രയായപ്പോഴല്ലേ അമ്മ പടി ഇറങ്ങിപ്പോയത്. അതെ, എല്ലാം ശരിയാണ്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം. അന്ന് അമ്മ ഇറങ്ങിപ്പോയതിന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം. പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട്? ഈ പറയണ സുഭദ്ര വർണ്ണ വഴിക്കെതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ? ഉണ്ടോണോ? എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നാക്കല്ല, ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും. ഓ നീല, തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒന്ന് പോയി കാണണം. നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ, ഏഭ്യന്മാര്. അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അരിച്ചു കയറാൻ. ആ